എടാ ഇപ്രാവശ്യം എന്താ അവസ്ഥയാണെന്നറിയോ? എന്റെ അവസ്ഥക്ക് പറ്റി എന്റെ അവസ്ഥക്കൊന്നും പറ്റിയല്ല. ഇപ്രാവശ്യം ഹോസ്റ്റൽ ഓണത്തിന് ഇവിടെ ഹോസ്റ്റൽ തന്നെ ആയിട്ട് മര്യാദയ്ക്ക് ഒരു സദ്യ പോലും ഇല്ല. ഹോസ്റ്റലിൽ എന്തോട്ടെ നമുക്ക് ഓണത്തിന് ഒരു ഓണസദ്യ കഴിച്ചാലേ കാര്യം. പക്ഷെ എവിടെ കിട്ടിപ്പോ അപ്പൊ നമ്മള് തൃശ്ശൂർ ബൃന്ദാവൻ ഹോട്ടലുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓണസദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു സംഭവം. ഒരു 21 തരം കറികളും 4 തരം പായസമൊക്കെ ആയിട്ട് അത് സംഭവം അടിപൊളിയാണല്ലോ. കഴിക്കാൻ പോയാലോ? കണ്ടില്ലേ, 21 തരം കൂട്ടുകറിയും 3 തരം പ്രഥമനായിട്ട് ഒരു അടിപൊളി ഒരു ഓണസദ്യയാണ്. കഴിക്കാം. അപ്പൊ 21 തരം കൂട്ടുകറിയും പായസത്തിന് വരാണ്ട് കേട്ടോ. സംഭവം എങ്ങനെയുണ്ട് കഴിച്ചപ്പോ? കൂട്ടുകാരികളൊക്കെ കഴിച്ചു നോക്കിയാ? ഇല്ല അല്ലേ, തുടങ്ങിയിട്ടുള്ളൂ. 2-3 കഴിച്ചു തുടങ്ങി. എല്ലാം കൂടെ കൊറേ ഉണ്ടല്ലോ, എല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ സാമ്പാറിൽ ചാറ് മാത്രമേ വരുള്ളൂ, പക്ഷെ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ? കൊറേ വേണ്ട കേട്ടിട്ടുണ്ട് എനിക്ക്. അത്യാവശ്യം കൂടെ കഷ്ണങ്ങളും പിന്നെ കൂട്ടുകാരോട് 1-2 കഴിച്ചിട്ടുണ്ട്. ചക്ക ചിപ്സ് ഒക്കെ വരെയുണ്ട്. അത്യാവശ്യം 4 തരം ചിപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കായ വറുത്, കയ്പയ്ക്ക വറുത്തത്, മിളക് വറുത്തത്, ചക്ക വറുത്തത്, അങ്ങനെ കഴിക്കാം. സത്യം പറഞ്ഞാ ഒന്ന് വീട്ടിൽ പോയി അവിടെ സദ്യ കഴിച്ചൊരു സംഭവം, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സാധനം കിട്ടുന്നുണ്ട്. സാധനം കേട്ടോ. അപ്പൊ നീ വെക്കേഷൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്, ഇവിടെ തന്നെ ആയിക്കോട്ടെ 10 ദിവസം ഓണസദ്യ കഴിക്കാനായിട്ട്. എന്നിട്ട് വേണം അമ്മേനെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി. കൊള്ളാം. ശരിക്കും ഞാൻ എല്ലാവട്ടും ഓണാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഒന്നിട്ട് ഇങ്ങനെ എല്ലാ കുറെ കറികളായിട്ട് ഇങ്ങനെ ചോറുണ്ടാനായിട്ട് ഒരു ഓണസദ്യ നല്ല രസമല്ലേ? സത്യം. എന്റെ ഇനിയിപ്പോ ഇതിനകത്താകെ ബാക്കിയുള്ള 2 സാധനം അതും കൂടി ഇപ്പൊ തിന്നു കഴിഞ്ഞാ ഇല കാലിയാകുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും മാത്രമല്ല കേട്ടോ, എല്ലാ കൂട്ടുകാരും ടേസ്റ്റും കാണാൻ അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയാണ് സാധനം. 3 തരം പായസം ഉണ്ട് കേട്ടോ, അതൊന്ന് ട്രൈ ചെയ്യണം അല്ലെ? പായസം കൂടെ ഒന്ന് കുടിച്ചു കഴിഞ്ഞാ സെറ്റാണ്. പിന്നെ ഒന്ന് പോയി കിടന്നു അല്ലേ? അതെ, ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞോണ്ട് സമാധാനായി ഉറക്കമില്ല. അങ്ങനെ സദ്യ കഴിഞ്ഞു. 3 തരം പായസം ഉണ്ട്. അതുണ്ട്, അത് ബാക്കിയുണ്ട് ഗൈസ്. അപ്പൊ ഏതൊക്കെ വരണേ? പാലട, പരിപ്പ്, സ്പെഷ്യൽ സാധനം ഉണ്ട്. എന്താ? നമ്മുടെ എന്താണ്, പൈനാപ്പിൾ സേമിയ. ഞാൻ ഈ സാധനം ഇതുവരെ കുടിച്ചിട്ടില്ല. ഞാനും കുടിച്ചിട്ടില്ല. സേമിയ കുടിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇത് ആദ്യമായിട്ടാണ് പൈനാപ്പിൾ സേമിയ. നല്ല ഒരു കേസരിന്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇതിന്. ടേസ്റ്റ് ഉണ്ടല്ലേ പൈനാപ്പിൾ സേമിയ? ഒരു പൈനാപ്പിൾ ഫ്ലേവർ ഒക്കെ നല്ല ഇട്ടിട്ട്. പൊതുവെ എനിക്ക് വെറും സേമിയ വലിയ താല്പര്യമില്ല, പക്ഷെ നൈസായിട്ട് ഇഷ്ടം. പിന്നെ 2 പായസം കോമൺ ആണ്, പാലടയും പരിപ്പും. അതെ, പാലട എന്ന് പറയുമ്പോ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സാധനമായിട്ടുള്ള സാധനം. നല്ല അത്യാവശ്യം പാകത്തിന് മധുരൊക്കെ ആയിട്ട് സെറ്റാണ്. സദ്യ ആണെങ്കിലും അടിപൊളിയായിരുന്നു ഇവിടുത്തെ. അത്യാവശ്യം നന്നായിട്ട് ഡൈനിങ് ഏരിയ ഉണ്ട്. ഫാമിലിക്കൊക്കെ എന്തായാലും പോകാൻ പറ്റിയ ഒരു അടിപൊളി ഹോട്ടലാണ് വൃന്ദാവൻ. ചേച്ചി, ഇന്നത്തെ സദ്യയില് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതിന്റെ പേര് പോലും എനിക്കറിയില്ല. സദ്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പോ പരിപ്പ്, ഗീ, സോൾട്ട്, ശർക്കര വരട്ടി, കായ വറുത്തത്, അച്ചാറ്, പുളിഞ്ചി, പഴം, പപ്പടം, കാളൻ, ഓലൻ, അവിയൽ, കൂട്ടുകറി, പച്ചടി, തോരൻ, റൈസ് 2 തരമുണ്ട്. അത് ചെറുപണിയും പൊന്നിയും, സാമ്പാർ, രസം, ബട്ടർ മിൽക്ക്, പാലട, പരിപ്പ് പായസം. കൊറേ ഉണ്ടെന്തായാലും. ശരി, താങ്ക് യു. അപ്പൊ എങ്ങനെയുണ്ട് ഹോസ്റ്റലിന്റെ ഫുഡൊക്കെ കഴിച്ചിട്ട്? ഹോസ്റ്റലിന്റെ ഫുഡാ അല്ല, ഇവിടത്തെ സദ്യ കഴിച്ചിട്ട് എന്തായിരുന്നു? എന്തായാലും ഇനി ആ സങ്കടം ഇങ്ങോട്ട് മാറി കിട്ടി. നല്ല സദ്യ കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ സദ്യ പോകൂലേ? അതെ, ഈ വർഷത്തെ ആദ്യത്തെ സദ്യ അതും ഗംഭീര സദ്യ. അപ്പൊ ഈ ഗംഭീരമായിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടെ കിട്ടുന്നാണ് നാട്ടിലത്തെ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ആണോ? എന്നാ ഇപ്രാവശ്യത്തെ ഓണത്തിന് സദ്യ കഴിച്ച് തന്നെ അങ്ങോട്ട് തീർക്കം പോണം. 9 ദിവസം ഇല്ലേ ഓണാവാൻ? അതെ, 9 ദിവസം സദ്യ കിട്ടും. ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഈ സ്പോട്ട് ഉള്ളത് തൃശ്ശൂര് തിരുവമ്പാടി കൺവെൻഷൻ സെന്റർ, മാരാർ റോഡ്, വൃന്ദാവനാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ബൈ പറയാം. അതെ, അപ്പം
ബൈ ഫ്രം ഫുഡ് കിട്ടോ ബൈ ഫ്രം ഫുഡ് കിട്ടും.